ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൂ സ്റ്റോക്ക് ഷോറൂമായ റയർ ബിസിൻ കാര്യത്തിലാണ് ഞാൻ ഉള്ളത്. നമ്മുടെ മുജീബിക്കാരൻ്റെ സെറ്റ് അല്ലേ? ഒരുപാട് വണ്ടിയുണ്ട്. ഒരുപാട് വണ്ടികളുണ്ട് നമ്മുടെ RX100 മുതൽ 135Z, അതേപോലെ RD350 KL5 കോഴിക്കോടൻ വണ്ടി ഉണ്ട്. അപ്പം വണ്ടികളെ ഫുൾ കളക്ഷന്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അങ്ങോട്ട് വീഡിയോ തുടങ്ങാം. 1 2 അല്ല 100 മേലെ വണ്ടികൾ ഇഷ്ടം പോലെ വണ്ടികളുണ്ട്. നമുക്ക് വണ്ടി ഉള്ളിൽ നിന്ന് വാങ്ങാം. നമ്മുടെ അടുത്ത് പുറത്തുള്ള വണ്ടികൾ ബജറ്റ് കുറഞ്ഞ വണ്ടികളാണ്. ഒരു 33,000 മുതൽ നമ്മുടെ അടുത്ത് മാക്സ് 100 അങ്ങനത്തെ വണ്ടികൾ സ്റ്റാർട്ടിംഗ് ഉണ്ട്. മാക്സ് 100 സ്പ്ലെൻഡർ അങ്ങനത്തെ കുറെ വണ്ടികളുണ്ട്. അതിന്റെ ഡീറ്റെയിൽ നമ്മൾ ലാസ്റ്റ് വരെ ഫസ്റ്റ് നമ്മൾ കാര്യപ്പെട്ട RX-ഉം RD-യും അങ്ങനത്തെ വണ്ടിയിലൊക്കെ ആടി ഹൈടോർക്കാണ്. ഹൈടോർക്ക് KL5 DY350 ഫാൻസി നമ്പർ ആക്കിയ വണ്ടിയാണ്. വണ്ടി ജസ്റ്റ് ഒന്ന് ഞാൻ സ്റ്റാർട്ട് ആക്കിയിട്ട് കാണിച്ചു തരാം. അത് ആടി ഇപ്പൊ എല്ലാവരും വാങ്ങാൻ വേണ്ടിയില്ല, പക്ഷെ കാണാൻ ഹൈടോർക്ക് തന്നെ ഹൈടോർക്കിന്റെ സിലിണ്ടർ ആണ്. മെയ്ഡ് ഇൻ ജപ്പാൻ കാർബറേറ്റർ ആണ്. ഇതിന്റെ മുകളിൽ നമുക്ക് വരുന്നത് നിക്കോണിന്റെ കാർബറേറ്റർ. പിന്നെ വണ്ടി പെയിന്റിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ആക്കിയ അത്യാവശ്യം നീറ്റ് വണ്ടിയാണ്. നല്ല വർക്കിംഗ് ഉള്ള വണ്ടിയാണ്. ആടി അതിനെ കൊണ്ട് മൊഹോലായിരിക്കും അറിയാം. ആടി നല്ല വിലയാണ്. വില നമുക്ക് ലാസ്റ്റ് പറയാം. ആടിന്റെ എന്താ പറയുക, അത്യാവശ്യം റേറ്റ് ഉള്ള വണ്ടിയാണ്. ഇപ്പൊ ബഡ്ജറ്റ് കുറഞ്ഞ ആടി അങ്ങനെയൊന്നും ആടിയില്ല. ആടി നമ്മുടെ അടുത്ത് പള്ളിയിൽ ഹൈടോർക്ക് 1A1 സീരീസ് വരുന്ന ഒരു ബഡ്ജറ്റുള്ള വണ്ടിയാണ്. സംഭവം ഇപ്പം നിലവിലുള്ള മാർക്കറ്റിൽ. അപ്പോൾ ആടിൻ്റെ ആവശ്യക്കാർ കോൺടാക്ട് ചെയ്യുക. ആടി ഇതും അല്ലാതെ ഒരു വണ്ടി ഫുൾ റീസ്റ്റോറേഷനിലുണ്ട്. പീസാക്കി പെയിന്റിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആടി ആവശ്യമുള്ള ആൾക്കാർ ഷോറൂം വിസിറ്റ് ചെയ്യുക. ഡയറക്റ്റ് വന്നാൽ മതി. നമുക്ക് RX-Z തുടങ്ങാം. RX-Z നമ്മുടെ അടുത്ത് Z5 സ്പീഡാണ്. 4UE ഒറിജിനൽ വണ്ടിയാണ്. ഇത് നമ്മുടെ അടുത്ത് ഏറ്റവും വില കൂടിയ വണ്ടി. ഇവിടുന്ന് പിന്നെ നമ്മുടെ അടുത്തുള്ള ഏകദേശം ഈ 4ഓളം വണ്ടി ഇതുണ്ട്. താഴത്ത് വർക്ക് നടക്കുന്നുണ്ട് 2 വണ്ടി. അങ്ങനെ ടോട്ടൽ 6-7 വണ്ടി ഇപ്പൊ സ്റ്റോക്ക് ഉണ്ട്. നമുക്ക് നിലവിൽ ഇവിടെ നാട്ടിൽ നമ്മുടെ സ്റ്റോക്കിൽ പർച്ചേസ് ചെയ്ത് അല്ലാതെ നമുക്ക് വിൽക്കാനുള്ള വണ്ടി ഏകദേശം 7 വണ്ടിയോളം ഉണ്ട്. സ്റ്റാർട്ടിംഗ് സെറ്റിന്റെ കാര്യത്തിൽ ഞാൻ ഷോർട്ടിൽ പറഞ്ഞുതരാം. നമുക്ക് ഈ കാണുന്ന എല്ലാ വണ്ടിയും എഞ്ചിൻ സൈഡൊക്കെ പക്ക പെർഫെക്റ്റ്, പെയിന്റിങ് കാര്യങ്ങളൊക്കെ നല്ല നീറ്റുള്ള നല്ല വർക്കിംഗ് ഉള്ള വണ്ടികളാണ്. അതൊക്കെ ഇപ്പം നമ്മൾ കുറച്ച് മുമ്പ് സെറ്റാക്കിയ വണ്ടിയാണ്. അത് ഗുജറാത്ത് വണ്ടിയാണ്. ഇത് ഗുജറാത്ത് വണ്ടി. ഇതൊക്കെ സെക്കൻഡ് ഓണർഷിപ്പോ സിംഗിൾ ഓണർഷിപ്പുള്ള വണ്ടികളാണ്. 5 കൊല്ലം പേപ്പറില്. നമുക്ക് ഏകദേശം 180 റേഞ്ച് മുതൽ നമ്മളടുത്ത് RX-Z സ്റ്റാർട്ടിംഗ് ഉണ്ട്. 180 വണ്ടി എന്ന് പറഞ്ഞാൽ യെല്ലോ കളറാണ്. പെയിന്റിങ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നീറ്റാണ്. നല്ല വർക്കിംഗ് ഉള്ള നല്ല വണ്ടി. പിന്നെ അതിന്റെ മുകൾക്ക് 190, 2 ലക്ഷം ആ റേഞ്ച് മുതൽ വരുന്നുണ്ട്. 5 സ്പീഡ് ആകുമ്പോൾ അത്യാവശ്യം റേറ്റ് വരും. അപ്പൊ Z എടുക്കാൻ ഉദ്ദേശിക്കുന്നതാണെങ്കിൽ സ്റ്റാർട്ടിങ് നമുക്ക് 180 റേഞ്ച് വരും. 180 എന്ന് പറഞ്ഞാൽ ഇപ്പം 180 റേഞ്ച് ഒന്നും വണ്ടി ഇപ്പൊ നമുക്ക് പുറത്ത് കാണാൻ കിട്ടില്ല. 180 ആയതുകൊണ്ട് വണ്ടിക്ക് ഇഞ്ചിന്റെ പ്രശ്നങ്ങളോ അങ്ങനത്തെ ഒന്നുമില്ല. എഞ്ചിൻ വർക്ക് കുറച്ച് മുമ്പേ നമ്മൾ കഴിച്ച വണ്ടിയാണ്. അത്യാവശ്യം നല്ല വർക്കിംഗ് നല്ല പവറുള്ള വണ്ടി. പിന്നെ നമുക്ക് ഇവിടുന്ന് 135 5 സ്പീഡ് 135 അങ്ങനത്തെ കുറെ വണ്ടികളുണ്ട്. 5 സ്പീഡൊക്കെ നമുക്ക് ഏകദേശം 190, 185, 180 ആ റേഞ്ച് മുതൽ നമ്മളത് 5 സ്പീഡ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതിപ്പോ കേരള വണ്ടിയാണ്. KL13 നമ്പറായ വണ്ടിയാണ്. 2027 പേപ്പർ ഉണ്ട്. അത്യാവശ്യം പെൻ ടു പെൻ റീസ്റ്റോർ ചെയ്താണ്. നമ്മൾ കഴിച്ച് ഞങ്ങൾ തന്നെ ഫുൾ വർക്ക് എടുത്ത വണ്ടി കേട്ടോ. താഴത്തുനിന്ന് വർക്ക് എടുത്ത വണ്ടിയാണ്. ഷോർട്ടിൽ പെട്ടെന്ന് തന്നെ വണ്ടിന്റെ എല്ലാത്തിന്റെ ഡീറ്റെയിൽ പറഞ്ഞാൽ കയ്യിലുണ്ടാവും. അപ്പൊ നമ്മൾ പറഞ്ഞിട്ട് വർക്ക്ഷോപ്പ് സ്പെയർ ഒക്കെ കാണിച്ചു തരാം നമ്മള്. അപ്പൊ ഈ വണ്ടി ഏകദേശം നമുക്ക് 2 ലക്ഷം രൂപ മുകളിൽ പോകും. വണ്ടി വർക്ക് അതിന് മാത്രം നമ്മൾ ക്വാളിറ്റിയിൽ വർക്ക് എടുത്ത എല്ലാ സാധനവും CDI മുതൽ ഹെഡ് അങ്ങനത്തെ സാധനങ്ങൾ ഈ വണ്ടി പർച്ചേസ് ചെയ്യുമ്പോൾ കുറെ പാർട്സ് ഇതിമില്ലേന്. അപ്പൊ ഇതിന്റെ CDI എന്ന് പറയുമ്പോൾ നമുക്ക് ഓൺലി 700, 750 റേഞ്ചൊക്കെ CDI കിട്ടാണ്ട്. പക്ഷെ ഇതിന്റെ ഒറിജിനൽ CDI 3800 വില വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഇതിന് അറേഞ്ച് ചെയ്ത് സെറ്റാക്കിയ വണ്ടി കേട്ടോ. നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കിയ വണ്ടിയാണ്. 5 സ്പീഡ് 1, 2, 3, 4ഓളം വണ്ടി നമ്മുടെ അടുത്ത് 5 സ്പീഡ് ഉണ്ട് കേട്ടോ. അതിന് ബഡ്ജറ്റ് കുറഞ്ഞ 150 ഉള്ളിൽ വരുന്ന കൺവേർട്ട് 5 സ്പീഡ് ഉണ്ട്. 145 റേഞ്ചിലൊക്കെ നമുക്ക് ചെയ്തു തരാം. നമ്മൾ വന്നാൽ അതുകൊണ്ട് 4 സ്പീഡിന്റെ വിലയാണ് 140, 45 ഒക്കെ. ആ വിലക്ക് നമുക്ക് 5 സ്പീഡ് തരാൻ പറ്റും. അതേപോലെ പിന്നെ വർക്ക് കഴിഞ്ഞ് വെച്ച വണ്ടി ഇപ്പൊ നമ്മൾ ആ 5 സ്പീഡ് കാണിച്ചോളെ ഇവിടുന്ന് 1, 2, 3, 4, 5, 6, 7, 8 അങ്ങനെ വണ്ടി ഇതൊക്കെ കാണാനൊക്കെ വർക്ക് കഴിഞ്ഞാൽ നിങ്ങൾ ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ കാണാതാണ്. ഇത് ഫുള്ള് KL57 നമ്പറായ വണ്ടിയാണ്. നല്ല നീറ്റ് പെയിന്റിങ് കാര്യങ്ങളൊക്കെ കഴിച്ച് എല്ലാ സാധനവും ഇതായാലും അങ്ങനെ കഴിച്ച വണ്ടി ഏകദേശം ഒരു 120 മുകളിലായിട്ട് വില വരുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട്. നല്ല വണ്ടി ആകുമ്പോൾ റേറ്റ് വരും. കുറഞ്ഞ നമുക്ക് 90, 95 റേഞ്ച് മുതൽ നമ്മുടെ അടുത്ത് വണ്ടി സ്റ്റാർട്ടിംഗ് ഉണ്ടാവും. ആ റേഞ്ച് ഉണ്ടാവും. 135 കേട്ടോ. 100 അതിനും കുറഞ്ഞുണ്ട്. 100 നമ്മുടെ അടുത്ത് കോഴിക്കോടൻ വണ്ടി ഒരു KL13 വണ്ടി വരുന്നുണ്ട്. 28 പേപ്പർ 85 രൂപ റേഞ്ച് വരുന്നുള്ളൂ. നമുക്ക് കാണിച്ചു തരാം. ഈ കാണുന്ന വണ്ടികളൊക്കെ ഇതൊക്കെ നല്ല നീറ്റില് കളറ്, ഈ എല്ലാ കളറും നല്ല അടിപൊളി കളറ്, നല്ല രീതിയിൽ ഇറക്കെടുത്ത വണ്ടി കേട്ടോ. നമുക്ക് സീസണാണ്. പെരുന്നാൾ വരുമ്പോൾ നമുക്ക് ഇവിടെ പെരുന്നാളാകുമ്പോൾ റംസാനാകുമ്പോൾ നമുക്ക് നല്ല സെയിൽ നടക്കണാണ്. റംസാനിൽ ഇങ്ങോട്ട് വന്നോളി നമ്മൾ ഫുൾ സെറ്റ് ആക്കി വെച്ചാണ്. അടിപൊളിയാണ്. അത്രയും വണ്ടികൾ നമ്മുടെ അടുത്തുണ്ട് കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ കാണുന്ന 135 ഒക്കെ നമുക്ക് 1 ലാക്ക് മുതൽ 1
40 വരെ റേഞ്ച് വരുന്ന വണ്ടികളാണുള്ളത് കേട്ടോ. അത് നമുക്ക് അതർ സ്റ്റേറ്റ് വണ്ടി ഇതിപ്പോ KL 11 ജിയിലുള്ള വണ്ടിയാണ്. ഏകദേശം 1.5 ആ റേഞ്ച് വരുന്നതാണ്. അതിന്റെ മുകളിൽ ചെറിയ എമൗണ്ട് വരുന്നതാണ്. അത്യാവശ്യം നല്ല കളർ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ക്യാറ്റുള്ള വണ്ടിയൊക്കെ ആകുമ്പോൾ 1.40 റേഞ്ച് വരും. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കാണുന്ന 1.10, 15 വണ്ടികൾ അത്രയും കിട്ടും. ഓരോന്നിന്റെ റേറ്റ് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ ഫാൻസി നമ്പർ ഇവിടെ KL 85 ഫറൂഖ് റേഞ്ചിലുള്ള ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ 9300 ഫാൻസി നമ്പറിലെ വണ്ടി ഉണ്ട്. ഒക്കെ കേരള വണ്ടി 99 മോഡൽ വണ്ടിയാണ്. ഒക്കെ നമുക്ക് ബജറ്റിൽ ചെയ്തു കൊടുക്കാൻ പറ്റും. അതേപോലെ ഇവിടെ ഒരു വണ്ടി ഉണ്ട് KL 10. ഇത് നമ്മൾ അത്യാവശ്യം പൈസ ഇറക്കിയ വണ്ടിയാണ്. ബജറ്റ് കുറഞ്ഞ 95 രൂപയ്ക്ക് കേരള വണ്ടി 135 കൊടുക്കാം. നല്ല വർക്കിങ്ങിലാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വീഡിയോ കണ്ടു വരികയാണെന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരും. ഇതൊക്കെ അതിനായിട്ട് കുറച്ച് കോസ്റ്റ് കൂടി വരുന്ന 135 തന്നെയാണ്. ഇത് KL 10 ഈ 96 മോഡൽ 96, 97 മോഡൽ 135 ആണ്. ഇതിപ്പോ നമ്മൾ ആർജ് വണ്ടിയാണ്. ഫുൾ വർക്ക് കഴിഞ്ഞ് നീറ്റാക്കി വെച്ച വണ്ടിയാണ്. ഒക്കെ 29 വരെ പേപ്പർ ഉണ്ട്, വർക്കിംഗ് ഉണ്ട്. 1.20 പ്ലസ് റേഞ്ച് വരും. ഇത് അതിന് കുറഞ്ഞ ബജറ്റിലുള്ള വണ്ടിയാണ്. അങ്ങനെ നമ്മളത് ഇമ്പൾസ് ഉണ്ട്. ഇമ്പൾസ് 4-5 വണ്ടി നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. ഇമ്പൾസ് ഞങ്ങൾ മാത്രമേ ഉള്ളൂ കാര്യമായിട്ട് വണ്ടി ചെയ്യല്. ബാക്കി പർച്ചേസും സെയിലും ചെയ്യില്ല. പിന്നെ നമ്മളെ മൂടുള്ള വണ്ടി നമുക്ക് ഇത് ഇഷ്ടമുള്ളതുകൊണ്ടാണ് നമ്മളിത് കൂടുതൽ എടുത്ത് കൊടുക്കുന്നത്. 85 രൂപ റേഞ്ച് മുതൽ നമുക്ക് ഇപ്പോൾ ഉള്ളത്. KL 11 CA നമ്പറായ വണ്ടി ഉണ്ട്. ഗ്രീൻ കളർ ബോഡി കാര്യങ്ങളൊക്കെ അത്യാവശ്യം നീറ്റ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടി. നിങ്ങൾക്ക് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും, ചെയ്തു തരും. അതേപോലെ ഇത് ആ ബ്ലൂ ഇതൊക്കെ ഏകദേശം അതിന് മുകളിൽ പോകും. ഏകദേശം 1 lakh റേഞ്ച് വരുന്ന വണ്ടികളാണുള്ളത്. ഇതൊക്കെ ഇപ്പൊ ഇനിയും കാര്യങ്ങളൊക്കെ ചെയ്താണ്. ചെറിയ സർവീസ് ഇവിടെ നിന്ന് എന്തായാലും ഞങ്ങൾ വണ്ടി തരുമ്പോൾ ചെറിയ സർവീസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്ത് തരും. നിങ്ങൾക്ക് ഇവിടെ തന്നെ നമ്മുടെ താഴത്ത് സർവീസ് ഉണ്ട്, സ്പെയർ ഉണ്ടെങ്കിലൊക്കെ ചെയ്തു തരും. അതുകൊണ്ട് 2 സ്ട്രോക്ക് വാങ്ങാൻ വരുന്ന ആൾക്കാരും ഇമ്പൾസ് വാങ്ങാൻ വരുന്ന ആൾക്കാരൊക്കെ കൂടുതൽ പേടി സ്പെയർ കിട്ടില്ല എന്നുള്ള സ്പെയറിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ അറേഞ്ച് ചെയ്ത് തരും. ഇവിടെ വന്നാൽ ബാക്കിൽ നമുക്ക് മൊത്തം സ്പെയറിന്റെ റൂമാണ്. അത്യാവശ്യം സ്പെയർ ഉണ്ട് നമ്മുടെ. അതേപോലെ RX-ന്റെ ഒക്കെ എന്താ പറയുക, നമ്മൾ യൂസ്ഡ് സ്പെയർ ഉണ്ട് നമ്മളത്. വണ്ടികൾ നമ്മളിവിടെ പേപ്പർ ഓപ്ഷൻ വണ്ടികൾ പുറത്തുനിന്ന് എടുക്കുന്നുണ്ട്. നമ്മൾ ഗുജറാത്തിൽ നിന്ന് ഓപ്ഷൻ വണ്ടികൾ കുറച്ച് മുമ്പ് 28 വണ്ടികളും എടുത്തിട്ടുണ്ട്. അതേപോലെ ആസാമിന്ന് കുറച്ച് വണ്ടി എടുത്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് വണ്ടികൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പേപ്പർ അടക്കമുണ്ട്, പക്ഷെ NOC കിട്ടില്ല. അപ്പോൾ നമ്മളത് പൊളിച്ച് സ്ക്രാപ്പ് ആക്കിയിട്ട് അതിന്റെ സാധനങ്ങൾ സ്പെയർ ആയിട്ട് നമ്മൾ വിൽക്കും. അപ്പോൾ എല്ലാവിധ സ്പെയർ നമ്മുടെ അടുത്തുണ്ടാവും. ഇത് ജപ്പാൻ വണ്ടിയാണ്. ഇത് നമുക്ക് നാട്ടിൽ വാങ്ങുമ്പോൾ കേരളക്കാർക്ക് കേരള വണ്ടി കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ ഒരു നീറ്റ് സ്റ്റോക്ക് കണ്ടീഷൻ വണ്ടി നമുക്ക് ജപ്പാൻ വണ്ടി അത്യാവശ്യം ബജറ്റ് വരുന്ന വണ്ടിയാണ്. നമ്മൾ എടുത്തിട്ട് ഫുൾ വർക്ക് കഴിഞ്ഞ വണ്ടി കേട്ടോ. ഒരു പണി കഴിച്ച വണ്ടി വരുമ്പോൾ 1.20, 1.15, 20, 25, 30 അങ്ങനെ പണി അതിന്റെ മുകളിൽ ഉണ്ട്. വണ്ടിന്റെ മുകളിൽ ചില വണ്ടി നമുക്ക് കിട്ടുമ്പോൾ നല്ല കണ്ടീഷനാണ്. ചെറിയ രീതിയിൽ പണിയുടെ ഇഞ്ചൻ ഒന്നും തുടേണ്ട ആവശ്യം വരില്ല. പെയിന്റിങ് മാത്രം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബജറ്റ് കുറയും. ഇഞ്ചൻ എല്ലാ സാധനങ്ങളും മാറി വരുമ്പോൾ നല്ല റേറ്റ് കൂടും. ഇതിൻ്റെ ഞങ്ങൾ നല്ല സ്പെക്ക് വർക്ക് എടുത്ത വണ്ടിയാണ്. നീറ്റ്. ഇതിന്റെ മുകളിൽ നമുക്ക് ബാക്ക് സിംഗാം, ഇമ്പോർട്ടഡ് കാർബറേറ്റർ ഒക്കെ ഒന്ന് കാണിച്ചു കൊടുത്താൽ കാർബറേറ്റർ, അതുപോലെ സിലിണ്ടർ ചെറുതായിട്ടൊന്ന് പോട്ട് ചെയ്തിന്, വലിയ ഡിസ്ക് ചെയ്തിന്. നല്ല ഇഷ്ടമാണ്. അതേപോലെ കിങ്ങിന് മീറ്റർ ഉണ്ട്, സെഡിന്റെ ലോക്ക് ഉണ്ട്, ലൂന ടൈപ്പ് ഹെഡ്ലൈറ്റ് ചെയ്തിന്, ബാർ ഹാൻഡിൽ നല്ല അടിപൊളി ബാർ ഹാൻഡിലാണ്. വണ്ടി അത്യാവശ്യം പവറുള്ള വണ്ടിയാണ്. അപ്പോൾ നമുക്ക് പവർ കൂടുമ്പോൾ നമ്മൾ നോർമൽ ഹാൻഡിലിൽ നമുക്ക് വണ്ടി റോട്ടുമേൽ കൺട്രോൾ കിട്ടൂല. നമ്മളിപ്പോൾ ഓടിച്ച് ചെറിയ ഹാൻഡിലാകുമ്പോൾ നല്ല പോക്ക് പോകുമ്പോൾ നമുക്ക് ബാലൻസ് കിട്ടാൻ കുറച്ച് പാടുണ്ടോ. അതിന് വേണ്ടി നല്ല അടിപൊളി പവർ ഹാൻഡിൽ നമുക്ക് എക്സ്ട്രാ പവർ ചെയ്യുമ്പോൾ എന്തായാലും ഹാൻഡിൽ ഫൈഡ് ചെയ്യുന്ന കുറച്ച് അങ്ങനത്തെ രീതിയിൽ നല്ല സ്പെക്ക് വർക്ക് എടുത്ത ചേമ്പർ കാര്യങ്ങളാണ്. അപ്പം പവർ വേണം, അടിപൊളി പവർ വേണം എന്നുള്ള മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ വണ്ടി എടുക്കാൻ പോവുക. അത്രയും പറക്കുന്ന വണ്ടിയാണ്. ഇതൊക്കെ പിന്നെ നമുക്ക് നോർമൽ 100 ആണ്, 1, 2 ഇതൊക്കെ KL 7 വണ്ടികളാണ്. ബജറ്റ് വണ്ടി നമുക്ക് ഇത് KL 11 വണ്ടിയാണിത്. അത്യാവശ്യം KL 11 2028 വരെ പേപ്പർ ഉണ്ട്. 28 വരെ പേപ്പർ ഉണ്ട്. മെറൂൺ കളർ ആണ്. അത്യാവശ്യം നീറ്റ് ആണ്. റിമ്മ് കാര്യങ്ങളൊക്കെ ബ്ലാക്ക് അടിച്ചിന്, പക്ഷെ വർക്കിംഗ് കാര്യങ്ങൾ ക്ലിയർ ആണ്. കാർബറേറ്റർ ഒക്കെ മുമ്പ് ചേഞ്ച് ചെയ്താണ്. നല്ല അടിപൊളി വണ്ടി. 85 രൂപ റേഞ്ചിൽ നമുക്ക് 55 രൂപ നിങ്ങൾക്ക് തരാം. നമുക്ക് നല്ല വണ്ടിയാണ്. നമുക്ക് നല്ല വർക്ക് രീതിയിൽ 135 ആണ്. ഇപ്പൊ ടാങ്ക് സൈഡ് നമ്മളിപ്പോ മാറ്റാനുള്ള ഇതാണ്, പെയിന്റിങ്ങിന് കൊടുത്താണ്. പക്ഷെ പ്ലേറ്റിംഗ് കാര്യങ്ങളൊക്കെ മൊത്തം ചെയ്ത ബഫ് കാര്യങ്ങളൊക്കെ ചെയ്ത് SDV ചെയ്ത് നല്ല നീറ്റ് വർക്കിംഗ് കണ്ടീഷൻ വണ്ടിയാണ്. ഏകദേശം 90 റേഞ്ചിൽ നമുക്ക് ഫൈനൽ കൊടുക്കാം. വീഡിയോ കാണുന്നത് 98 രൂപ റേഞ്ചിൽ സെയിൽ ചെയ്തിട്ടോ. നിങ്ങൾ എന്തായാലും വീഡിയോ കണ്ടുവരാണെങ്കിൽ പറഞ്ഞോ. ഈ വണ്ടി നമ്മൾ സെയിലിന് എന്താ പറയുക, യൂട്യൂബേഴ്സ് നമുക്ക് വരുമ്പോൾ നിങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് നല്ല സപ്പോർട്ടാണ്. ഏകദേശം 98 രൂപ ലെവലിൽ സെയിലിട്ടാണ് നമ്മൾ പ്രോഫിറ്റുള്ള വണ്ടിയാണ്. അപ്പോൾ നിങ്ങളൊക്കെ വീഡിയോ കണ്ടിട്ട് വരികയാണെങ്കിൽ പറയുകയാണെങ്കിൽ ഇത് 90 രൂപ ലെവലിൽ നമ്മൾ ഈ വണ്ടി കൊടുക്കും. 135 ആണ്. എഞ്ചിൻ സൈഡ് അടിപൊളിയാണ്. 2 റിമ്മ്, സ്പോക്ക്, അതേപോലെ ഇഞ്ചൻ ബഫിങ്, വർക്കിംഗ്, അഡ് ലീക്ക് ഉണ്ട്, അതൊക്കെ ക്ലിയർ ചെയ്ത് മഡ്ഗാർഡ് കാര്യങ്ങളൊക്കെ മാറി, ക്രാഷ് ഗാർഡ് മാറി, കുറച്ച് പൈസ ഇറക്കിയ വണ്ടി കേട്ടോ. ഈ കണ്ടീഷനിലെ വണ്ടി നമുക്ക് 90 റേഞ്ചിലൊന്നും ഒരു രക്ഷയില്ല, കിട്ടാനില്ല. നമ്മൾ തന്നെ പർച്ചേസ് ചെയ്യേണ്ട അതിന് മോൾക്ക്.
ബെനലി കിടക്കുന്നോ? ബെന്റലി നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത്. ബെന്റലി ഏകദേശം 185 റേഞ്ച് വരുന്ന വണ്ടിയാണ്. കോഴിക്കോട് NOC ആയതാണ്. ബെന്റലി തന്നെ നമ്മളെ സൗണ്ട് നമ്മൾ മൂടുള്ള ആൾക്കാരാണല്ലോ, നമുക്ക് ആ മൂഡിനനുസരിച്ച് മാച്ചായ ഒരു വണ്ടിയാണ്. അപ്പൊ എങ്ങനെ അതിന്റെ റേറ്റ് വരുന്നത്? 85. ഒരു RX വാങ്ങണ പൈസയും കൂടി ആവണില്ല നല്ല. പക്ഷെ സംഭവം വേറെ ലെവൽ റോഡ് ചെറിയ സൗണ്ട് ഉണ്ട്. ഒക്കെ പിന്നെ നമ്മൾ RX-നും അങ്ങനെ തന്നെയല്ലേ. അപ്പം ശ്രദ്ധിച്ച് കൊണ്ടുനടക്കുക, സ്റ്റോക്ക് ആക്കണമെങ്കിൽ സൈഡിൽ സൗണ്ട് കുറയ്ക്കുക. പക്ഷെ വണ്ടി അടിപൊളി വണ്ടിയാണ്, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഡയറക്റ്റ് നമ്മളിപ്പോൾ ഒരു 600cc അല്ലെങ്കിൽ 1000cc വണ്ടി എടുക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ചിലവർക്ക് കംഫർട്ട് ഉണ്ടാവില്ല. പക്ഷെ ഇതങ്ങനല്ല, ഒരു സാധാ ബൈക്ക് കൊണ്ടുനടക്കുകയും ചെയ്യാം. പിന്നെ ബെന്റലി ആണ്. ബെന്റലി നമ്മളിപ്പോൾ ഓരോ വണ്ടിക്ക് ഓരോ രീതി പറയുന്നത്. അപ്പൊ ഇതിനെക്കാട്ടിയും ഇരട്ടി പൈസ വരുന്ന സാധനമാണ് ഇത്. ഇരട്ടി അല്ല, ഇതിനെക്കാട്ടി എത്രയോ കൂടുതൽ വരുന്നതാണ്. ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് ചിലപ്പോൾ ഇതിനെക്കാട്ടിയും ഇതിന്റെ ഒറിജിനൽ ഹാൻഡിൽ, RDയുടെ ഒറിജിനൽ ഹാൻഡിൽ 7000 രൂപ വരെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, യൂസ് കിട്ടാനില്ലാത്തതുകൊണ്ട്. അങ്ങനെ അത്ര കോസ്റ്റ് ചെയ്യുന്നില്ല. RX-ന്റെ കുറെ സാധനങ്ങൾ അങ്ങനെ അത്രയും നമുക്ക് ജെഡ് ആയാലും കുറച്ച് സാധനങ്ങളുണ്ട്. നമ്മൾ പൈസ്പിന്റെ കവർ വാങ്ങാൻ 15 രൂപ 20 രൂപയ്ക്കൊക്കെ ആൾക്കാർ വാങ്ങുന്നുണ്ട്. അപ്പം സാധനം എങ്ങനെ അതിനനുസരിച്ച് അതിന്റെ സ്പെയറിന് വില ഉണ്ടാവും. നമ്മൾ എടുക്കുമ്പോൾ നമ്മളെ ബാക്കിൽ പജേറോ കാണുന്നുണ്ട് വണ്ടി. അത് ജസ്റ്റ് നമ്മളിപ്പോ ആ പജേറോ പുറത്തുനിന്ന് എടുത്ത വണ്ടിയാണ്. പജേറോ അത് ഞാൻ ഇപ്പൊ എന്റെ അടുത്ത് ലിവ ഉണ്ട്. ഞാൻ ലിവ യൂസ് ചെയ്യുന്ന ആളാണ്. പക്ഷെ പജേറോ നമ്മളെ മൂടാണ്, നമുക്ക് ഇഷ്ടത്തിന് എടുക്കണം. അപ്പൊ ലിവന്റെ ഒരു 10 സർവീസ് ചെയ്യുന്ന കോസ്റ്റിംഗ് ഇല്ല. ചില സമയം പജേറിന്റെ മുകളിൽ പണി കിട്ടിയാൽ ഒറ്റയടിക്ക് നമുക്ക്. അപ്പൊ ലാസ്റ്റ് ഒരു പണി കിട്ടി, ചെറിയൊരു നമ്മളെ ശ്രദ്ധ കുറവാണ് നമ്മൾ കൂടുതലുള്ളത്. 50,000 രൂപ എനിക്ക് പണിക്ക് ഇറങ്ങി. പക്ഷെ പജേറോ എന്താ പറയാ, ഒഴിവാക്കൂല. നമ്മുടെ പജേറോയിൽ അങ്ങനെ അത്രയും മൂടുള്ള വണ്ടിയാണ്. അപ്പൊ അതേപോലെ നമ്മളിപ്പോ RD ആയാലും ബെന്റലി ആയാലും ചെറിയ പണികളൊക്കെ നമ്മൾ പഴയ മോഡൽ വണ്ടികളാണ്. ബെന്റലി അല്ല, RD ആയാലും RX ആയാലും അങ്ങനത്തെ. ബെന്റൊക്കെ പുതിയ മോഡൽ അതിന് വന്നിട്ടില്ല. അപ്പം ആ വണ്ടികൾ ഓരോ വണ്ടികൾ പയക്കം തോന്നുമ്പോൾ അതിനനുസരിച്ച് ചെറിയ പണികൾ ഉണ്ടാവും. നമ്മൾ കണ്ടറിഞ്ഞെടുക്കണം. ഒരു പണിയും വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വണ്ടി എടുക്കുകയാണെങ്കിൽ അതൊരു ഷോറൂം ഒന്നും പറയില്ല, ഞങ്ങൾ എന്തായാലും പറയില്ല. പുതിയ വണ്ടി എടുത്താലും പണി വരും. അപ്പൊ പണി വരില്ല എന്ന് പറഞ്ഞ ആൾക്കാര്, ഒരു പണി വരില്ല എന്ന് പറഞ്ഞ ആൾക്കാർ അത് വെറുതെ പറയണം. സാമ്രാജ്യം ഇമ്പൾസ് വന്നെ നമുക്ക് കാണിച്ചു കൊടുക്കാം. ഇത് നല്ല അടിപൊളി കളർ അടിച്ചാൽ നമ്മള് കളറ് നിങ്ങൾക്ക് കണ്ട സീറ്റ് കവർ ഒന്നും അടിക്കാണ്ട് ഇതിന്റെ കളർ ധൈര്യത്തിൽ വെക്കാം. നല്ല അടിപൊളി കളറാണ്, നമുക്ക് സ്റ്റോക്ക് വരുന്നതല്ല, നല്ല കളറാണ്. ഇതിപ്പോ നമ്മൾ നിങ്ങൾക്ക് തരികയാണെങ്കിൽ നമ്മൾ പറയും അത്യാവശ്യം ഓക്കെ ആണെന്നുകൊണ്ട് ഇഞ്ചിൻ വർക്ക് ഞങ്ങൾ എടുത്താണ്. അപ്പൊ ഇഞ്ചിൻ വർക്ക് നോക്കണ്ട, പെയിന്റിങ് നമ്മൾ ചെയ്താണ്. ഇപ്പം ഇതുപോലെ മേജറായിട്ട് നമുക്ക് പ്രശ്നങ്ങളൊന്നും വരില്ല. ഇമ്പൾസ് അങ്ങനത്തെ ഒരു വണ്ടിയാണ്. നമുക്ക് മേജറായിട്ട് ഒരു പ്രശ്നം വരില്ല. നല്ല സെറ്റ് വണ്ടിയാണ്, നോ മെയിൻ്റെനൻസ് വണ്ടി തന്നെ പറയാം. ഞാൻ അത്രയും യാത്ര ചെയ്താണ്. ഇത് 1.10 ആ റേഞ്ച് വരും. വരുന്നുണ്ട്. ഇഞ്ചിൻ സൈഡ് വർക്ക് ചെയ്തതിന്, പെയിന്റിംഗ് ഒക്കെ അത്യാവശ്യം ക്വാളിറ്റി ചെയ്താട്ടോ, ഒപ്പിച്ച് ചെയ്തല്ല. നമുക്ക് ബജറ്റ് കുറഞ്ഞ വണ്ടി തുടങ്ങാം. നമുക്ക് ബജറ്റ് കുറഞ്ഞ വണ്ടി നമുക്ക് മാക്സ് 100 ആണല്ലേ. മാക്സ് 100 ശേഷം നമ്മൾ 39 രൂപ ലെവൽ സെയിലിട്ടാണ് 33 രൂപ ലെവലിൽ നമുക്ക് കൊടുക്കാം. 33,000 രൂപയിൽ എന്തൊക്കെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്ക് 33 എന്ന് പറഞ്ഞാല് ഇതിന് മുകളിൽ RX-ന്റെ ഹെഡ്ലൈറ്റ്, ഇൻഡിക്കേറ്റർ, മഡ്ഗാർഡ് കാര്യങ്ങളൊക്കെ ചെയ്തിന്, ക്രാഷ് ഗാർഡ് ചെയ്തിന്. അതേപോലെ SDV ഇതിന്, ഫിനിക്സിന്റെ ഷോക്ക് ചെയ്തിന്, ചേമ്പർ ചെയ്തിന്, ലോങ് കരിയർ ചെയ്തിന്. അപ്പം കുറച്ച് ഫിറ്റിംഗ്സ് നമ്മൾ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല വർക്കിംഗ് ഇഞ്ചൻ. 33,000 രൂപയ്ക്ക് ബെസ്റ്റ് ഇഞ്ചൻ എന്ന് പറഞ്ഞാൽ അത്രയും നല്ല പക്ക സൈലന്റ് ഇഞ്ചനാണ്. നല്ല വർക്കിംഗ് ഉള്ള ഇഞ്ചനും കൂടിയാണ് കേട്ടോ. അതൊക്കെ നമുക്ക് ബജറ്റിൽ കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. ഇതേ സെഗ്മെന്റിലെ വണ്ടി നമുക്ക് അപ്പുറത്തെ സൈഡ് ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. വണ്ടി താഴെ കുറെ വണ്ടികളുണ്ട്, ഒക്കെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. പക്ഷേ ഇത് എന്താ പറയാ, ഇവിടുന്ന് ഇങ്ങോട്ട് ബജറ്റിലുള്ള വണ്ടികൾ ഇതൊക്കെ നമ്മൾ സാമുറായിയാണ്. അത്യാവശ്യം നല്ല കളർ കാര്യങ്ങളൊക്കെ അടിച്ചാണ്. 55 രൂപ റേഞ്ച് മുതൽ നമുക്ക് സാമുറായി വരുന്നുണ്ട്. അത്യാവശ്യം പെയിന്റിങ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കിയ വണ്ടി. ഇതൊക്കെ 49 രൂപന്റെ ആ റേഞ്ചിൽ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും നമുക്ക്. അതേപോലെ ഇത് ഇഞ്ചൻ വർക്ക് എടുത്ത വണ്ടിയാണ്, 45 രൂപ റേഞ്ച് വരും. ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. പക്ക സിംഗിൾ ഓണർ എങ്ങനെ ഉണ്ടാവും അതേപോലെ തന്നെ നമ്മളൊന്നും ചെയ്തില്ല, അങ്ങനത്തെ വെച്ചാൽ ഞാൻ അടുത്തപ്പോ എന്റെ പേർക്ക് മാറാൻ കൊടുത്തിന്. എന്റെ പേർക്ക് മാറാൻ വണ്ടിയാണ്. ഒക്കെ നമുക്ക് ബജറ്റ്. ഇത് സ്പ്ലെൻഡർ ഉണ്ട്, 97 മോഡൽ, പൊട്ടുള്ള നല്ല വർക്കിംഗ് ഉള്ള ഫ്രണ്ട് ഹൈറ്റ് ചെയ്തിന്, ഫോഗ് ബൂട്ട് ചെയ്തിന്, അല്ലാച്ചുള്ള വർക്ക് ഉണ്ടെങ്കിൽ ഒക്കെ നമ്മൾ ക്ലിയർ ആക്കി വെച്ചിന്. ഏകദേശം 45 രൂപ റേഞ്ചിൽ നമുക്ക് കൊടുക്കാം. എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും, നമ്മൾ ചെയ്ത് കൊടുക്കും. ഓരോ വണ്ടി ഓരോ രീതിയിലുള്ള അവസ്ഥയിൽ നമുക്ക് വരുന്ന ചേതൊക്കെ ഇപ്പൊ നമ്മൾ സെയിലാക്കിയ 30 രൂപ റേഞ്ചിൽ നമ്മൾ കൊടുത്താൽ 30 രൂപ ചൂടെ കൊടുത്താണ് നമ്മൾ കൊടുത്ത 28 രൂപയ്ക്കാണ് കൊടുത്തത് കേട്ടോ. ഇനി കൊടുത്തന്നെ ഈ റേഞ്ചിൽ അടുത്ത വണ്ടി കിട്ടിയാലേ തരാൻ കഴിയുള്ളൂ. കുറവാണ്, നമ്മൾ അങ്ങനെ വലിയ റേറ്റ് പർച്ചേസ് ചെയ്യില്ല. ചേതൊക്കെ നമ്മുടെ എപ്പോഴും വരുന്നത്
ചേതക്കും മാക്സിമം സമുദായമൊക്കെ ചെറിയ പയ്യന്മാരെ എടുക്കാൻ വേണ്ടി വരും. അവർക്ക് അടുത്തുള്ള ബജറ്റ് അത്രയും കുറഞ്ഞ ബജറ്റിൽ കിട്ടുകയാണെങ്കിൽ നല്ല രീതി. അപ്പം നമ്മൾ കുറഞ്ഞിറങ്ങി തരാണ്ടെങ്കിൽ വാങ്ങി വിൽക്കും. അപ്പം നമുക്കും ബാധ്യതയില്ല, പ്രശ്നമില്ല. ഇതൊക്കെ ഇവിടെ ഇങ്ങോട്ട് കാണുന്ന വണ്ടി ശേഷം 1 lakh റേഞ്ചിൽ വരുന്നതാണ്. 1.10 റേഞ്ച് വരുന്നതാണ്. ഈ 100 നമുക്ക് കുറച്ച് കോസ്റ്റ് വരുന്നതാണ്. അത് വാഷ് ചെയ്തില്ല, അത് പിൻ ടു പിൻ റീസ്റ്റോർ ചെയ്താണ്. അങ്ങനെ 30 റേഞ്ച് വരുന്നതാണ്. അത് പിൻ ടു പിൻ നമ്മൾ റീസ്റ്റോർ ചെയ്താൽ നല്ല 6 volt സൈലൻസർ കാര്യങ്ങളൊക്കെ ഇട്ട് ചെയ്താണ്. നമ്മുടെ ഇപ്പോൾ ടാങ്കുകളുണ്ട്. ഇത് മൊത്തം ടാങ്കാണ്. RX100, അതേപോലെ സാമുറായി മാക്സ് 100 ടാങ്ക് ഉണ്ട്. ഇമ്പൾസിന്റെ യൂസ്ഡ് ടാങ്ക് ഉണ്ട് 1-2 പിന്നെ നമ്മുടെ അവിടെ എക്സ്ട്രാ ആ ഭാഗത്ത് കാണിച്ചു ഒന്ന് ജസ്റ്റ് കാണിച്ചിട്ട് പിന്നെ അങ്ങോട്ട് തിരിച്ചു. അതേപോലെ സ്പെയർ വന്നാൽ താഴത്തെ സ്പെയർ വന്നാണ് നമുക്ക് സ്പെയറിന്റെ പണി എടുക്കുന്നത്. അതേപോലെ ഇത് ബ്ലോക്ക് ആ സിലിണ്ടർ നമുക്ക് ഏറ്റവും കിട്ടാത്തൊരു സാധനമാണ്. RX-ന്റെ സിലിണ്ടർ കാര്യങ്ങൾ അത് ഇങ്ങോട്ട് വന്നാൽ അതിൻ്റെ ഉള്ളിൽ മൊത്തം നമ്മൾ സിലിണ്ടർ ചെയ്ത് വെച്ച സിലിണ്ടറുകളാണ് നമ്മൾക്ക്. ഒറിജിനൽ കാർബറേറ്ററുകൾ ഉണ്ട്, പിന്നെ ഫോക്ക് സെറ്റ്. പിന്നെ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് കറങ്ങുകയാണെങ്കിൽ ജസ്റ്റ് നീ കറങ്ങിയാൽ മതി, ഞാൻ അങ്ങനെ പറഞ്ഞുതരാം ബാക്കി വന്നിട്ട്. ഇത് മൊത്തം സ്പെയറുകളാണ്. നമുക്ക് സ്പെയറിന്റെ ഒരു ഷോർട്ടേജും വരില്ല. അത്രയും സ്പെയർ നമ്മളത് കാർബറേറ്റർ ആയാലും ബ്ലോക്ക് ആയാലും എല്ലാ സാധനങ്ങളും യൂസ്ഡ് സ്പെയർ എല്ലാം ഉണ്ട്. ഇതിപ്പോൾ നമുക്ക് ഹെഡ് കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ പെയിന്റ് അടിച്ച് സെറ്റാക്കി വെച്ചത്. അങ്ങനെ അതേപോലെ നമുക്ക് വണ്ടീൻ്റെ വർക്ക് ഏറ്റവും കൂടുതൽ വണ്ടി വാങ്ങണ വിൽക്കണ ഞങ്ങളാണ്. ഏറ്റവും കൂടുതൽ വണ്ടി പണിയണത് ഞങ്ങൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സ്പെയറിൻ്റെ ആവശ്യം. അതുകൊണ്ട് നമ്മൾ സ്പെയറിൻ്റെ ഷോപ്പ് തുടങ്ങി അത്യാവശ്യം ക്വാണ്ടിറ്റി സ്പെയർ യൂസ് കിട്ടാത്ത കുറേ സാധനങ്ങളുണ്ടാവും. ഒക്കെ നമ്മൾ ഇവിടുത്തെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്തെ സർവീസ് ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. വേറെ നമ്പറാണ്. ആ നമ്പർ തരാം. നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി. അതിൽ വിളിച്ചാൽ എപ്പോഴും കിട്ടില്ല, വിളിക്കാൻ കിട്ടാൻ കുറച്ച് പാടുണ്ട്. അപ്പോൾ വാട്സപ്പ് ചെയ്തിട്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്തിട്ട് കേട്ടോ. 2 നമ്പറും കൊടുക്കാം. ഇത് നമ്മളെ സർവീസാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മളെ സെഡ് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടിപൊളി വണ്ടിയാണ്. അങ്ങനെ പെയിൻറ്റിങ് കഴിഞ്ഞ വണ്ടിയും പണി നടക്കുന്നോണ്ടിരിക്കുന്ന വണ്ടിയും. ഇതൊരു ഫാൻസി നമ്പറുള്ള വണ്ടിയാണ്. ഫാൻസി നമ്പർ ഏറ്റവും കൂടുതൽ വിൽക്കൽ നമ്മൾ തന്നെയാണ്. ഫാൻസി നമ്പർ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് 2 സ്ട്രോക്കിൽ കാര്യമായിട്ട് ആരും പറയില്ല. പക്ഷെ ഇത് 44 നമ്പറിലാണ്. ഇതിന് മുമ്പ് 44 വിറ്റിന്, അതിന് പോലെ 888 വിറ്റിന്, അങ്ങനെ കുറേ നമ്പർ വിൽക്കുന്നുണ്ട്. ഇത് KL2 കൊല്ലം രജിസ്ട്രേഷൻ. പിന്നെ സെഡ് കാര്യങ്ങളൊക്കെ കാണാം. ബാക്കിയുള്ള വണ്ടി ഇതാ ഇവിടെയൊക്കെ വണ്ടികൾ തന്നെ ഉള്ളൂ. പിന്നെ സ്പെയർ കാര്യങ്ങൾ അതേപോലെ പെയിന്റിങ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സെഡ് അവിടെ 2.5 മണി നടക്കുന്നുണ്ട്. ഒരു സെഡ് ഇതാക്കണ്. ഇത് നമ്മളെ പെയിന്റിങ്ങിന്റെ വണ്ടികളുള്ളിൽ ജസ്റ്റ് ഒന്ന് പെയിന്റിങ്ങിന്റെ റൂമാണ്. അതിന്റെ അപ്പുറത്ത് പെയിന്റ് ബൂത്താണ്. എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. എല്ലാം ഇവിടെ തന്നെ ഇതാക്കണം. ഇവിടെ കുറച്ച് വണ്ടികൾ താഴത്തുണ്ട്. ഇതൊക്കെ മാക്സ് 100 ആണ്. NS ടൈപ്പ് ഡിസ്ക് ചെയ്താണ്. അത് 2030 വരെ പേപ്പർ ആക്കിയ വണ്ടിയാണിത്. ഇത് സെഡ് വർക്കിലാണ്. അതേപോലെ ഇത് 2 മാക്സ് 100 ഉണ്ട്. ഇതൊക്കെ വണ്ടി നമ്മളിത് ഇപ്പൊ അവിടെ കാണാൻ. അതേപോലെ ഇവിടെ പണിക്കുള്ള സാധനങ്ങളുണ്ട്. ടാങ്കുകൾ സാധനങ്ങൾ. അതേപോലെ എഞ്ചിൻ നമുക്ക് വർക്കുള്ള എഞ്ചിനുകൾ. അതേപോലെ സ്പെയറിന് നമുക്കൊരു ക്ഷാമമില്ല. സ്പെയർ പുതിയത് വേണോ യൂസ്ഡ് വേണോ, സിലിണ്ടർ, ഒറിജിനൽ കാർബറേറ്റർ, റീഡ് വാൾവ്, അങ്ങനെ കുറേ സാധനങ്ങൾ, ക്ലച്ച് ബെല്ല്, മാഗ്നറ്റ് കോയിൽ, ഇതൊന്നും ആൾക്കാർക്ക് കിട്ടാത്തുണ്ട്. അതൊക്കെ സ്പെയറിന്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. എല്ലാ സാധനങ്ങളും അറേഞ്ച് ചെയ്തു. ഒരുവിധം എല്ലാ സാധനങ്ങളും എല്ലാം RX-ന്റെ കംപ്ലീറ്റ് റീസ്റ്റോറേഷൻ്റെ എന്ത് വേണമെങ്കിൽ എല്ലാ സാധനത്തിനും ഡയറക്റ്റ് ഇങ്ങോട്ട് വന്നാൽ മതി. ഇങ്ങോട്ട് വരാൻ പറ്റാത്ത ആൾക്കാർ നമ്മുടെ താഴെ കൊടുത്ത സ്പെയറിന്റെ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക, അതിൽ വിളിച്ചാൽ മതി. ഇതൊക്കെ 5 സ്പീഡാണ്. ഇത് വർക്കിനുള്ള വണ്ടി, കൊടുക്കാനുള്ള വണ്ടിയാണ്. അൺസ്ലീവ്ഡ് സിലിണ്ടറാണ്. അത്യാവശ്യം നല്ല വർക്കിങ്ങുള്ളതാണ് വണ്ടികൾ. മുകളിൽ നമ്മൾ കണ്ടില്ലാതെ ഇവിടെ താഴത്ത് ഇങ്ങനത്തെ കുറേ വണ്ടികൾ വേറെ ഉണ്ട്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത്, നമുക്ക് കറക്റ്റ് ലൊക്കേഷൻ നമുക്ക് വരുന്നത് മലപ്പുറം കോഴിക്കോട് ബോർഡറിലാണ്. രാംനാട്ടുകര എയർപോർട്ട് റോഡിൻ്റെ സെൻറ്റർ ഐക്യരപ്പടി എന്നാണ്. രാംനാട്ടുകര ഏകദേശം 3 കിലോമീറ്റർ ഐക്യരപ്പടി ആണ് സ്ഥലം. ഇവിടെ വന്നാൽ ഗൂഗിൾ മാപ്പിൽ റയർ പിസ്റ്റൺ സെർച്ച് ചെയ്താൽ 2 കോൺടാക്ട് 2 നമ്പർ കൊടുക്കാം. സ്പെയർ നമ്പർ കൊടുക്കാം, നിങ്ങളുടെ നമ്പർ കൊടുക്കാം. അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് വരികയാണെങ്കിൽ എന്തായാലും പറയണം. എന്നാലേ നമുക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുള്ളൂ. നമുക്ക് നമ്മളിപ്പം ഒരു വണ്ടി ഏകദേശം 8000 റേഞ്ചിൽ നമ്മൾ ഡിസ്കൗണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് വരികയാണെങ്കിൽ, മറ്റേ വീഡിയോ കണ്ടിട്ട് ഇവിടെ വന്ന് ചിന്തിക്കുമ്പോൾ ചിലപ്പം ചെറിയ റേറ്റൊക്കെ മാറ്റം കൂടുതലുണ്ടാവും. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഈ വീഡിയോസ് എടുക്കാൻ വരുന്ന ആൾക്കാർ ഇവരെ നമ്മളൊന്ന് കാര്യമായിട്ട് പൈസ ഒന്നും വാങ്ങില്ല. വന്നിട്ട് ഒരു ദിവസം പണിയെടുത്ത് പോകുമ്പോൾ ഓലെ കാണുന്ന വ്യൂവേഴ്സിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുത്താലല്ലേ നമുക്കും ഒരു സന്തോഷം ഉണ്ടാവും. അതേപോലെ അവർക്കൊരു സന്തോഷം ഉണ്ടാവും. അടുത്ത വീഡിയോ എടുക്കാൻ പോലും വരണല്ലോ. നമ്മളെ സെയിൽ ഫുള്ള് ഓൺലൈൻ കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. അപ്പോൾ ഇവർക്ക് വേണ്ടി ചെയ്തു തരുന്ന ഒരു ഓഫറാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നന്നത്തെ വീഡിയോ വെച്ചിട്ട് നിർത്താം. വിളിച്ചൂടെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റേ നല്ല വീഡിയോ നമുക്ക് അടിച്ചു കാണാം. ഓക്കെ എന്നാൽ.